ഇവരൊക്കെ ഈ സിനിമയിൽ അഭിനയിച്ച ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും കൂടെ നമ്മുടെ സിനിമ കാണുമ്പോൾ വളരെ പ്രചരണ സമയത്തൊക്കെ ആണെങ്കിൽ എല്ലാത്തിനും മുന്നിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇലക്ഷൻ റിസൾട്ട് വരുമ്പോഴേക്കുള്ള പരീക്ഷകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ പോയിടത്തോളം നല്ലത് സംഭവിക്കട്ടെ, നല്ല മാറ്റം ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും ഉണ്ടാവും. അല്ല, ഞാൻ യൂണിയത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രചരണത്തിന് ഇറങ്ങിയിരുന്നത്. എനിക്കങ്ങനെ ഒരു ഞാൻ ദേശീയ പാർലമെന്റ് കുട്ടികളുടെ സംഘടനയുടെ പ്രസിഡന്റ് ആയിരുന്നു 2 പ്രാവശ്യം. ഞാൻ മാർവാനീസ് കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ KSU വേണ്ടി മത്സരിച്ചിട്ടുള്ളതാണ്. KSU പ്രവർത്തകയായിരുന്നു. ഞാനൊരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ ഒരു സമയത്ത് ഞാൻ കോൺഗ്രസിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഞാൻ ജനങ്ങളിലേക്ക് ഇറങ്ങണം എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായ തീരുമാനമായിരുന്നു. അതുപോലെ ഇപ്പോൾ പാലക്കാട് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്റ്റാർ മണ്ഡലമാണ്, അവിടെ മത്സരിക്കുന്നതും ഒരു സ്റ്റാർ ആണ്. അല്ല, എൻ്റെ സുഹൃത്തുക്കളാണ്. ഇപ്പോൾ VT ബൽറാം ആണെങ്കിലും ഷഹറിനാഥാണെങ്കിലും PC വിശ്വനാഥ് ആണെങ്കിലും ഇവരെല്ലാവരും. ഇപ്പോൾ ശരത്ചന്ദ്ര പ്രസാദ്, അദ്ദേഹം കഴക്കൂട്ടം മത്സരിച്ചിട്ടുണ്ടെങ്കിൽ ശരത്ചന്ദ്ര പ്രസാദ് അദ്ദേഹം ചെയർമാനായിട്ടുള്ള സംഘടന ദേശീയ പാർലമെന്റിലൂടെയാണ് ഞാൻ ഈ പറഞ്ഞ ഇങ്ങനത്തെ ഒരു മേഖലയിലേക്ക് ഞാൻ വരുന്നത്. എൻ്റെ സ്കൂൾ ടൈമിലാണ് പറയുന്നത്. ആ സമയത്തോട്ട് അറിയുന്നവരാണ് ശ്രീ രമേശ് ചെന്നിത്തലയാണെങ്കിലും ശ്രീ ശങ്കർ സാറാണെങ്കിലും ഒക്കെ. ഞാൻ പോയ മണ്ഡലങ്ങളെല്ലാം എനിക്ക് വ്യക്തിപരമായിട്ട് ഒപ്പമുള്ള ആൾക്കാരാണ്. എനിക്ക് അറിയുന്ന ആൾക്കാരൊക്കെ തന്നെ അറിയണം. ഒരു തിരുവനന്തപുരം കൊല്ലത്തിൻ്റെ കുറച്ച് മാത്രമേ അറിയുള്ളൂ. പിന്നെ ഞാൻ പാലക്കാട് വന്നു. അത് VT ബൽറാമിൻ്റെ രമേശ് പിഷാരടിയെ പറ്റി നോക്കുകയാണെങ്കിൽ പുള്ളി ഇറങ്ങിയ സമയത്ത് പുള്ളിക്ക് കുറേ അല്ലെങ്കിൽ അവഗണനകൾ അല്ലെങ്കിൽ പരിഹാസം ആ ഒരു രീതിയിൽ കണ്ടെങ്കിലും ഇപ്പം ഇലക്ഷൻ്റെ ഒരു സമയത്ത് എത്തിയപ്പോഴേക്കും ശക്തനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയാണെന്നുള്ള കാര്യം ജനങ്ങൾക്ക് കേരളം ഒട്ടാകെയുള്ള ജനങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ആ ഒരു പുള്ളിയുടെ ഒരു രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവ് അല്ലെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഉള്ള എത്രത്തോളം പ്രതീക്ഷയുണ്ട്? പൂർണ്ണമായിട്ടും അത് തീരുമാനിച്ചിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങുക, ജനങ്ങളെ സേവിക്കുക എന്നുള്ളൊരു തീരുമാനത്തോടെ വരുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. അപ്പോൾ LDFിൻ്റെ കാൻഡിഡേറ്റ്സ് എല്ലാം തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണ്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം അദ്ദേഹം ഇപ്പോഴല്ല, അദ്ദേഹം കുറേ നാളായിട്ട് പിന്നെ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയല്ലേ. ഒരു നിമിഷം വന്ന ഒരാളല്ലല്ലോ. തീർച്ചയായിട്ടും വളരെയധികം സെയിം മേഖലയിലുള്ള ഒരാൾ അദ്ദേഹം അങ്ങനെ ഒരു മണ്ഡലത്തിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പോകാനായിട്ട് പറ്റില്ല. കാരണം ചുരുങ്ങിയ ദിവസം, ഞാനൊരു 6 ദിവസം ആ ദിവസങ്ങളിലാണ് പ്രവർത്തിക്കാനായിട്ട്. വളരെ സന്തോഷം. എല്ലാവർക്കും ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ടാണ്.